കുറച്ചധികം ദിവസങ്ങളായി മൃദുലയുടെയും പാർവതിയുടെയും വാർത്തകൾ വരുമ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം പാർവതി തൻ്റെ യൂട്യൂബ് ചാനലെല്ലാം ഡിലീറ്റ് ചെയ്തു എന്നതാണ്. എന്നാൽ ഡിലീറ്റ് ചെയ്തതല്ല എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമാണ് ഇപ്പോൾ പാർവതി പറയുന്നത്. ഞാൻ ഡിലീറ്റ് ചെയ്തതല്ല, പകരം ഹാക്ക് ആയതാണ് എന്നാണ് ഇപ്പോൾ പാർവതി പറയുന്നത്. ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു വാർത്തയെ തന്നെ ഇത് മാറുകയും ചെയ്യുന്നു. ആരാധകർക്ക് വളരെയധികം തന്നെ ഇഷ്ടമുള്ളൊരു വാർത്തയായും ഇത് മാറുന്നുണ്ട്. കാരണം പാർവതിയെല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സ്വഭാവമായി മാറിയിരിക്കുകയാണ് എന്നതാണ് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു വാർത്ത എന്ന് തന്നെ കൃത്യമായി ഇതിനെക്കുറിച്ച് പറയുന്നു. എൻ്റെ അക്കൗണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തില്ല, എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ വളർത്തിക്കൊണ്ടുവന്ന എൻ്റെ അക്കൗണ്ടാണ്, എന്നാൽ അത് ഹാക്ക് ചെയ്യപ്പെട്ടതാണ് എന്നാണ് പാർവതി പറഞ്ഞത്. അതെനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാക്കി. ആരാണ് എന്താണ് എന്നൊന്നും അറിയില്ല, അതിന് പിന്നാലെ ഒരുപാട് പോയി. പക്ഷേ പിന്നീടും ഇനിയും പോകണമെന്നും ഒരുപാട് ബുദ്ധിമുട്ടണമെന്നും മനസ്സിലായി. അപ്പോൾ അതിൻ്റെ പിന്നാലെ പോകാൻ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ പാർവതി അതവിടെ ഉപേക്ഷിക്കുകയായിരുന്നു. നല്ലൊരു വരുമാനം തന്നെയായിരുന്നു യൂട്യൂബ് ചാനൽ. എന്നാൽ അതങ്ങനെ നിന്നുപോയി. അങ്ങനെ നിന്നു പോകാൻ പാടില്ലായിരുന്നു. ആരെങ്കിലും ഇനി മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് പോലും അറിയില്ല. പക്ഷേ ആരോ എന്നെ ചതിച്ചു, എൻ്റെ അക്കൗണ്ട് ഹാക്കായി പോയതാണ്, അതിപ്പോൾ യൂസ് ഇല്ല. എന്നാൽ അത് ഹാക്ക് ചെയ്തവരും അത് യൂസ് ചെയ്യുന്നില്ല. പിന്നെ എന്തിനാണ് ഹാക്ക് ചെയ്തതെന്ന് അറിയില്ല. അപ്പോൾ ചിന്തിക്കും മനഃപൂർവ്വമാണെന്ന്. അവിടെ നിന്ന് എനിക്ക് വരുമാനമൊന്നും ഇല്ലാണ്ടായി. ഇപ്പോഴിതാ ഇതിലൂടെ ഞാൻ എൻ്റെ വരുമാനം കണ്ടെത്തുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം. നിങ്ങളെല്ലാവരും എന്നെ നന്നായി സ്നേഹിക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. മൃദുലോടുമുള്ള സ്നേഹം ഞങ്ങളിലൊക്കെ തന്നെയും കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കാണാനാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ എന്നും ഉണ്ടാകണമെന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഇപ്പോഴുള്ള സ്നേഹം തന്നെ എന്നും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതലും അതിലേക്ക് പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങൾ ഇനിയും നിങ്ങളെ പ്രതീക്ഷിക്കും. ഇനിയും ഇതുപോലെയുള്ള പിന്തുണ നൽകണം. ഞാൻ വേർപിരിയൽ നടത്തിയതിന് ശേഷം തൊട്ട് തന്നെ നിങ്ങളെല്ലാവരും എന്നെ പിന്തുണയ്ക്കുന്നുണ്ട്, എന്നെ വല്ലാതെ പ്രോത്സാഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രോത്സാഹനം തന്നെയാണ് ഇനിയും വേണ്ടത്. താരങ്ങൾ ഉൾപ്പെടെ പലരും ഇന്ന് ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ്. അതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങളെ ഓരോരുത്തരുടെയും സഹായത്തോടെ തന്നെ അത് വളരെയധികം മുന്നേറുന്നുണ്ട്. ഞങ്ങൾ പ്രത്യേകമായി എടുക്കുന്ന കളക്ഷനാണ്, അത് നിങ്ങൾക്കും അറിയാം. നിങ്ങളോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനും മൃദുലയും അത് നേരിട്ട് വന്ന് പറഞ്ഞതാണ്. അത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കൃത്യമായി ഇതിനെക്കുറിച്ച് പറയേണ്ടതുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് ചർച്ച ചെയ്യുമ്പോൾ മൃദുലയും പാർവതിയെയും കുറിച്ച് തന്നെയാണ് കൂടുതലും പേര് ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും അവർ നന്നായി തന്നെ ഇരിക്കണം. ഇനിയും അവരുടെ ബിസിനസ് മുന്നേറണം. ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ അവർക്ക് എത്താനുള്ളതാണ്. ഇതൊക്കെയാണ് പ്രേക്ഷകരുടെയും ആഗ്രഹം. മൃദുലയ്ക്കും പാർവതിക്കും കിട്ടിയ ഒരവസരം തന്നെയാണ്. ഇതിൽ നിന്നവർ പിടിച്ച് മുന്നേറട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. മുന്നേറാനാണ് ഞങ്ങൾ പറയുന്നതും. പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതും ഇതുതന്നെയാണ് എന്നവർ പറയുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അതിനെക്കുറിച്ചുള്ള വാർത്തയായി ഏറ്റെടുക്കുകയും ചെയ്യുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.